ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു സംഭവം. അത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം. അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് അറിയുകയും എന്നാൽ നമുക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടാതിരിക്കും. അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട്. കാരണം ഇനി ഇറങ്ങാനുള്ള തമിഴ് സിനിമകളിൽ, ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് കങ്കുവ. സോ കങ്കുവയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ടില്ല, അപ്പൊ വൈഫ് അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് എ ദളപതി ഫാൻ, വിജയ് ഫാൻ, അത് അദ്ദേഹത്തിന്റെ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇറങ്ങാനുള്ള സിനിമ, അതിന്റെ ഒരു തേർഡ് ലുക്ക് പോസ്റ്റർ അല്ലെ, അത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് കാണാനുള്ള ഒരു സംഭവം, ഇതൊക്കെ വൈഫോട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആവുന്നത്. സോ ഇനി അധികം സംസാരം ഒന്നുമില്ല, നമുക്ക് ആദ്യം ദളപതിയുടെ ഗോഡിന്റെ പോസ്റ്റർ തന്നെ കാണാം. റെഡി? ഓക്കെ. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോട്ട് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഗോട്ട് ഓൾറെഡി അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും, അതുകൊണ്ട് ഫുൾ ഫോം ആയിട്ടുള്ള ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ, ആഹാ, പ്രഭുദേവ. പിന്നെ ഇത് ഈ ജീൻസ്, നമ്മുടെ പുള്ളിക്കാരന്റെ പേരെന്താണ്? പ്രശാന്ത് എന്നല്ലല്ലോ, എന്താ പുള്ളിക്കാരന്റെ പേര്? അയ്യോ, അവന് തുമ്പത്തുണ്ട് പുള്ളിക്കാരല്ല. പിന്നെ കല്യാണ കച്ചേരി പാടാ മെഡി ആള്, ഞാനൊന്നും പേര് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ. എന്നാലും ഇപ്പൊ ഈ ജീൻസിലെ നായകന്റെ പേരെന്തായിരുന്നു? നമ്മള്, അയ്യോ, ഇത് ഇയാളുടെ വലിയൊരു കംബാക്ക് ആണ്, കുറെ കാലത്തിന് ശേഷം വരികയാണ്. സോ എന്തായാലും അവര് 4 പേരേ ഉള്ളത്. അപ്പൊ ഇതെന്താണ് ശരിക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് അത് മകനും അച്ഛനും കൂടെ, അല്ലെങ്കിൽ ഒരാളുടെ ടൈം ട്രാവലിംഗ്, ചെറുപ്പകാലം കാണിക്കുന്നു, 19 വയസ്സുള്ള ഒരു കാലം കാണിക്കുന്നു, ഒരു 19 വയസ്സുള്ള ഒരു കാലം കാണിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോ കാണുമ്പോൾ കയ്യിൽ ഗണ്ണൊക്കെ ആയിട്ട് ഈ പട്ടാളക്കാരെ പോലെയൊക്കെ പരിപാടി കാണിക്കണം. ഇപ്പൊ ഇവർ പട്ടാളക്കാരാണോ? ആ ഒരു ഗ്യാങ്, പട്ടാളത്തിലൊരു ടീം ഉണ്ടാവുമല്ലോ, ആ ടീമാണോ ഈ 4 പേര്? പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്. കാരണം പിറകില് എന്താ പറയാ, ഹെലികോപ്റ്റർ, ബോംബ് പൊട്ടിയത്, പിന്നെ ഒരു ട്രക്ക് കാണുന്നുണ്ട്. ആ സ്ഥലം തന്നെ ആകെ മരുഭൂമിയോ മണലോ. പിന്നെ ഇത് കണ്ട് ഒരു വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന പോലെ കേട്ടോ. അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. വിമാനത്തിന്റെ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണുന്ന പോലത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. കാരണം ഷെയ്ഡ് ഇങ്ങനെ റൗണ്ട് പോലെ ഷെയ്ഡ് വന്നിട്ടുണ്ട് ആ പിക്ചറിന്റെ സൈഡിൽ. എനിവേ ഇത് അടിപൊളി പോസ്റ്ററാണ്. ഇപ്പൊ വന്നിട്ടുള്ളതിൽ രണ്ടാമത്തെ പോസ്റ്റർ നല്ലൊരു പോസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടിമേ ബൈക്കും ഇങ്ങനെ പോണ സാധനം ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് പോസ്റ്റർ. ആകെ 3 പോസ്റ്റർ വന്നിട്ടുള്ളൂ അല്ലെ. ഇത് അടിപൊളി സാധനം. ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാൻ. പിന്നെ ഗ്ലാസിന്റെ ഇതിൽ തന്നെ ഇങ്ങനെ ഈ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ പോയിന്റർ വരുമല്ലോ, അതുപോലെ ഒരു പ്ലസ് ആ സംഭവം ഇങ്ങനെ വിജയിന്റെ സ്ഥലത്തായിട്ടുണ്ട്. ആരെങ്കിലും പോയിന്റ് നോക്കുന്നതാണോ എന്താണെന്ന് പിടി കിട്ടില്ല. ഇത് കംപ്ലീറ്റ് ഒരു സൈഫൈ മൂവി ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഒരു പട്ടാളം ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കമാൻഡോ സംഭവം, എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമായിരിക്കും തോന്നുന്നു. അതിൽ 4 പേരായിരിക്കും ഇവര്. ഒരു പക്ഷേ ഇതിൽ നിന്ന് ഒരാളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ 4 പേരും കൂടെ ആയിരിക്കും ട്രെയിൻ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നോ ഐഡിയ. സോ എന്തായാലും ഇത് കൊള്ളാട്ടോ. ഹാപ്പി പൊങ്കൽ. ഓക്കെ, 2024 വിജയ് അണ്ണൻ ലുക്കിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് വിജയണ്ണന്റെ ലുക്ക് തന്നെ പറയാം. നല്ല അടിപൊളി ലുക്ക്. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന എല്ലാ പോസ്റ്ററിലും ഏറ്റവും ബെസ്റ്റ് ലുക്ക് ഇതാണ്. നല്ല സുന്ദരനായിട്ടുണ്ട്, ഭയങ്കര യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമ്മൾ ഒരുപാട് കണ്ടറിയായിട്ട് പോലെയായിരുന്നു. ചെറുപ്പമുള്ള ക്യാരക്ടർ ആദ്യത്തെ പോസ്റ്ററിൽ അടിപൊളിയായിരുന്നു, രണ്ടാമത്തേലേക്ക് വന്നപ്പോൾ ഒരു കുറച്ച് കോമഡി ആയിപ്പോയി. ബട്ട് ഇവിടെ ഇത് ഭയങ്കര ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്മൈലും, ചിരിച്ചാ പിന്നെ അടിപൊളിയാണ്, അറിയാലോ. പിന്നെ നമ്മുടെ ഇതെല്ലാരും ഭയങ്കരമായിട്ട് യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രഭുദേവയൊക്കെ ഭയങ്കര യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 35-40 വരുന്ന ഒരു ഏജ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരാണെങ്കിലും ഓൾറെഡി നമ്മുടെ ആളുടെ മുടി, അത് കല്യാണ കച്ചേരി, ഇവിടെ പേര് കിട്ടാഞ്ഞിട്ടാണ്, അറിയുന്നവരൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റേ ആള് പ്രശാന്ത് അല്ലല്ലോ, എന്താ നമുക്കൊരു പേര് കറക്റ്റ് കിട്ടുന്നേ ഇല്ല. എനിവേ ഇയാൾ മുടി ബാക്കിലേക്ക് കെട്ടിയിട്ടൊക്കെ കണ്ടിട്ടോ, ഒരു അടിപൊളി. ഓൾറെഡി യങ് ആണ്, അതുകൊണ്ട് അതിലേക്ക് വല്ലാണ്ട് ഇനി യങ് ആയി ഒന്നും പറയണ്ട. പുള്ളിക്കാരനും രസമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ജീൻസിലെ നായകൻ, അയ്യോ എന്റെ പേര് കിട്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എനിവേ അത് പുള്ളിക്കാരൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു വലിയൊരു കംബാക്ക് ആണ് പുള്ളിക്കാരൻ ഇതിൽ നടത്തുന്നത്. അപ്പോൾ വലിയ വിജയമാകട്ടെ. എനിവേ ബാക്കി നമുക്ക് ടീസറോ ട്രെയിലൊക്കെ വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ജെമിനി എന്ന് പറഞ്ഞ സിനിമയുടെ ആണോ എന്ന്, ജെമിനി മാൻ ആ സിനിമയുടെ റീമേക്കാണ് പല ആളുകളും പറയുന്നുണ്ട്. അപ്പൊ വലിയ രീതിയിൽ അത് ചർച്ചയായിട്ടുണ്ട്. അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട്. എനിവേ അത് ഈ പറഞ്ഞ പോലെ ടീസറോ ട്രെയിലറോ എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുള്ളൂ. ഈ ജസ്റ്റ് പോസ്റ്റേഴ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. സോ ഒഫീഷ്യലി അതിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷനും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾക്കെതിരെയും വന്നിട്ടില്ല. സോ അത് കണ്ടറിയുന്ന വേണം. ആൻഡ്
ഈ വർഷം അല്ലെങ്കിൽ 2024 വരാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷയോടെ ആസ് എ വിജയ് ഫാൻ ആയിട്ട് പോലും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കങ്കുവ. കാരണം ലിയോ സിനിമയുടെ കൂടെ കട്ടക്ക് നിന്നിരുന്ന ഒരു സിനിമയാണ് കങ്കുവ. അപ്പൊ ലിയോയുടെ ആ ഒരു സമയം കഴിഞ്ഞു. ഇനിയിപ്പോ ദളപതിക്ക് ഇവിടെ ഈ ഗോട്ടുണ്ട്. എന്നാൽ പോലും കങ്കുവ എന്ന് പറഞ്ഞ സിനിമ പല കാരണം കൊണ്ട് ഈ നടിപ്പിൻ നായകൻ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആ സിനിമയുടെ വലിപ്പം ഭയങ്കരാണെന്നാ പറയണത്. ആ ഒരു സബ്ജക്ട് വൈസ് അത് ശരിക്കും ഒരു ഫാന്റസി, എന്റർടൈനിങ്, അഡ്വഞ്ചർ ഇതെല്ലാം കൂടി കൂടിയുള്ളൊരു പരിപാടി. ഭയങ്കര രസമായിട്ട് എനിക്ക് ഈ AR ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ഒരു പക്ഷേ ഈ സിനിമയിലും അത്തരത്തിലൊരു പ്ലോട്ട് വരാൻ സാധ്യത പറയുന്നുണ്ട്. എനിവേ പോസ്റ്റർ നമുക്ക് എടുത്തു നോക്കാം. വാട്സാപ്പ്. എന്റെ മോനെ ശരിക്കും ഒരു അപ്ഡേറ്റ് മാത്രമാണ്. കിഡിലൻ ഒരു കൈ, ഒരൊറ്റ കൈ, പക്ഷെ കിഡിലൻ പോസ്റ്റർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 16/1/24 11 AM. ഇവരെന്താണ് ഈ രാവിലെ കൊണ്ടുപോയി വെക്കണം എന്നൊരു പിടിയും കിട്ടാത്തത്. 11 മണിക്കൊക്കെ നമുക്ക് വർക്കിന് പോകണ്ടേ. ഷേ, സമയം മാറ്റാൻ പറ്റൂ. കങ്കുവ, ശിവ. എനിവേ, കൈ, തീ ആൻഡ് വെള്ളം. ഇത് വെള്ളം ആവണമെന്നില്ല. പിന്നെ ഈ നീലയിൽ കാണിക്കുന്നത് ഒരു ഫോഴ്സ് കാണിക്കുമല്ലോ, നമ്മളൊരു പ്യൂരിറ്റി, ആ ഒരു ഫോഴ്സ് കാണിക്കും. ഇപ്പുറത്ത് തീ എന്ന് പറഞ്ഞാൽ ഡെവിളിഷ് ഈ സംഭവമാണല്ലോ. ഓൾവേസ് ഈ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പക്ഷേ ഇത് ഈ കയ്യിന്റെ പവർ പോലെ കാണിക്കുന്നതാണോ അതോ ഈ തീയും ഇതും തമ്മിലുള്ള ഒരു ഓപ്പോസിറ്റ് സംഭവം. ഇത് കങ്കു എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറും സ്റ്റിൽ ഇപ്പൊ പ്രസന്റിലുള്ള ഈ പുള്ളിക്കാരന്റെ കഥാപാത്രം. ഇപ്പൊ പ്രസന്റിലുള്ള പറയുമ്പോൾ നമുക്ക് അറിയാലോ ഈ കൈ പ്രസന്റിലുള്ള ആളുടെയാണ്. അത് ആ സിനിമയുടെ കഥ തന്നെ അറിയാലോ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കങ്കുവ എന്ന് പറഞ്ഞ ഗോത്രത്തിലെ കങ്കുവൻ എന്ന് പറയുന്ന അവരുടെ ടീം ലീഡർ ആയിട്ടുള്ള ആ ഒരു വ്യക്തി, അത് എന്താ പറയാ, വളരെ ക്രൂവലായിട്ടുള്ള, ഡെവലിഷ് ആയിട്ടുള്ള, അത്രയും ക്രൂരനായിട്ടുള്ള കാലനോട് സാമ്യപ്പെടുത്തിയിട്ടാ പറയുന്നത്. കാലനെ പോലെ, അതായത് കങ്കുവനെ കാണുന്നതും കാലനെ കാണുന്നതും ഒരുപോലെ എന്നാണ് പറഞ്ഞത്. അത്രയും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം. സോ ആ കഥാപാത്രം ഇപ്പൊ പ്രസന്റിൽ ജീവിച്ചിരിക്കുന്ന ആളുമായിട്ടുള്ള കണക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ രണ്ടും ഒരു ചോരയിലുള്ളതാണെന്നോ, ഇപ്പൊ 7-ാം അറിവിൽ പറഞ്ഞ പോലെ ആ ഒരു ജീൻ ഇതിലുണ്ട് എന്നുള്ളതോ അങ്ങനെയാണെന്നുള്ള പല ആളുകളും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ബട്ട് അതുമായിട്ട് പല വേറെ രീതിയിൽ എന്തെങ്കിലും കണക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ. നമ്മള് ആ ഒരു ചിന്തയുണ്ടല്ലോ, ഇതിങ്ങനെ ആയിരിക്കാം, 7-ാം അറിവ് പോലെ ആയിരിക്കാം. അതായത് ഈ കാലഘട്ടത്തിലുള്ള ആള് വളരെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അതിൽ സർക്കസ് ഒക്കെ കളിച്ച് നടക്കുന്ന പോലെ ആള് ലാവിഷായിട്ട് നടക്കുന്നു. അയാൾക്കൊരു പ്രത്യേക പോയിന്റിൽ വെച്ചിട്ട് ഈ കങ്കുവിനായിട്ട് ഒരു എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയും ആ ഒരു പവർ ഇയാൾ ഉണ്ടെന്ന് തിരിച്ചറിയും. അങ്ങനെ ഒരു സംഭവമാണ് പലരും പറയുന്നത്. ഇപ്പോ പിന്നീട് അങ്ങോട്ട് ഒരു മരണമാസ് പരിപാടി, ഇയാൾ കങ്കുവിനായിട്ട് മാറുന്നു. സോ ആ നമ്മുടെ ഒരു പ്രതീക്ഷകളെ മുറിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ സംവിധായകനും കഥയ്ക്കും സാധിച്ചാൽ ഇത് ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലേക്ക് പടം ചിലപ്പോൾ ഭയങ്കര ഹിറ്റായി പോകും എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പടം ഹിറ്റ് തന്നെ ആയിരിക്കും, അല്ലെന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി പല സിനിമ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ പ്രോമിസിംഗ് ആണ്. പക്ഷെ ഈ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മളെ പ്രതീക്ഷകളുടെ ആ ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഈ കണക്ഷൻ തന്നെ മറ്റൊരു രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ ആ കങ്കുവൻ എന്ന് പറഞ്ഞ ആ സംഭവം വീണ്ടും ഈ നാട്ടിലേക്ക് വരും. അതിന് തിരിച്ചടിയായിട്ട് രണ്ടാളും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണെങ്കിലും അടിപൊളിയായിരിക്കും. എനിവേ, ഒന്നും നമ്മൾ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അതിന്റെ ഒരു ടീസർ പോലെ എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടണം. അതായത് പ്രസന്റ് ലുക്കിലുള്ള സൂര്യയുടെ അതെന്തായാലും 16-ാം തീയതി, നാളെയല്ലേ സാധനം വരുന്നത്. 11-ാം തീയതി നമുക്ക് അറിയാം. ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ വളരെ ആവശ്യമായിട്ട് നടക്കുന്ന ആളാണോ, ആളുടെ ഒരു എന്താ പറയാ ജോബും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ആളുടെ ഒരു സാഹചര്യങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ ഒരു പക്ഷേ ആ പോസ്റ്റർ കാണുമ്പോൾ ലുക്കിന്നും നോട്ടത്തിനും ഭാവത്തിനൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും നാളെ അത് വരും 11 മണിക്ക്. നമുക്ക് എത്ര നേരത്തെ പറ്റുമോ അത്ര നേരത്തെ നമ്മൾ അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ പോസ്റ്റർ ഒരു രക്ഷയില്ല കേട്ടോ, കിഡിലൻ പോസ്റ്റർ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കയ്യില് ഈഗിളാണ്, കങ്കുവാ ആ മ്യൂസിക്കാണ് വരുന്നത്, അടിപൊളി കിട്ടും. ഈഗിളാണ്. പിന്നെ എന്താ ഉള്ളത്, അതിന്റെ ചിറക്, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഈ പരുന്തിന്റെ ചിറകിലുള്ള സാധനങ്ങൾ കുറെ ഉണ്ട്. പിന്നെ കൈയിന്റെ ഈ ഭാഗത്തേക്ക് ഈ പാമ്പിന്റെ കടന്ന പോലെ ഇങ്ങനെ ചെളുക്ക് 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 കാണുമ്പോൾ പോലെ എന്തോ വെച്ചിട്ടുണ്ട്, എന്തോ മനസ്സിലാകുന്നില്ല. എനിവേ, പിന്നെ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് 15397 അല്ലെങ്കിൽ 15397 അല്ലേ, അങ്ങനെ ഒരു സാധനം. പിന്നെ ചിറക് പോലെ കൈന്റെ അവിടെ ഉണ്ട് കങ്കോ. അത് പരുന്തുമായിട്ടാണ് ഇയാളെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. ജസ്റ്റ് ഒരു പോസ്റ്റർ വെച്ചിട്ട്, അതും ഒരു കൈയിന്റെ പോസ്റ്റർ വെച്ചിട്ടൊക്കെ അയാളെ ഇങ്ങനെ ത്രില്ലടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമേസിങ്. സോ
എനിക്ക് ഭയങ്കര എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നാളത്തെ ഒരു പോസ്റ്റർ കാണാൻ അത്രയും എക്സൈറ്റഡ് ആണ്. കാരണം കങ്കുവന്റെ ലുക്ക് കൊണ്ട് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. കയ്യിൽ കുറെ തോണ്ടിക്കുറിച്ച് മുറിപ്പാടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ള സംഭവം. സോ ഇദ്ദേഹത്തിന്റെ ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു മുഖം, ആ ലുക്ക് എങ്ങനെ വരുന്നത്, കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആണോ, അതോ ആ കങ്കുവനായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം പോലെ കാണിക്കുമോ ഒന്നും അറിയില്ല. സോ അത് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ എത്ര നേരത്തെ നമുക്ക് പറ്റുന്നു അത്രയും നേരത്തെ നമ്മൾ അതിന്റെ റിയാക്ഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തീർച്ചയായിട്ടും കാണാം. കാണുന്നവരെ